ഇങ്ങനെ പിന്നെങ്ങനെ ഇത് ചെയ്യാൻ ധൈര്യമുള്ള ഒരു നേതാവും ഇന്ന് ലോകത്തിലില്ല. ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ആയാലും വേറെ ലോകത്തിൽ ഏത് നേതാവായാലും ആർക്കാണ് എന്നും പത്രക്കാരൻ വിളിക്കാനുള്ള ധൈര്യം? നമസ്കാരം, ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ സ്വാഗതം. നിങ്ങൾ വിശ്വസിക്കില്ല, ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് 108 ക്വസ്റ്റ്യൻസ് ആണ് പ്രസന്റ് ചെയ്തെടുത്തത്. 108 ക്വസ്റ്റ്യൻസ്. അദ്ദേഹം പ്രസിനെ ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ എത്ര 9-10 മാസമായി അതിനുള്ളിൽ 500 പ്രസ് ഇന്ററാക്ഷൻസ് നടന്നിട്ടുണ്ട്. ആള് എന്നും പ്രസിനോട് സംസാരിക്കും. അതും എക്സ്റ്റോംബർ ആണ്, അല്ലാണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വായിക്കുന്ന ന്യൂസ് ഒന്നുമില്ല. ആൾക്കാർ ചോദിച്ചതിന് മുഖത്ത് നോക്കിയ മറുപടി. അത് പറയാൻ എന്തുകൊണ്ടാണ് ധൈര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മനസ്സിൽ ഓരോരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നും ഒളിക്കാനില്ല, ഒരു സ്കീമിങ്ങും ഇല്ല. എന്താണ് മനസ്സിലുള്ളത് അത് പറയാണ്. അത് ആർക്കാ പറയാൻ പറ്റുക? എന്റെ അഭിപ്രായത്തില് ആർക്കാണോ അവരുടെ പ്രിൻസിപ്പിൾസ് ക്ലിയർ ആയിട്ടുള്ളത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്കൊന്നും ആലോചിക്കില്ല. കാരണം അവരെ തലയുടെ അകത്തുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇത് മുമ്പ് പറഞ്ഞോ, ഞാൻ പിന്നെ പറഞ്ഞോ, നീ തെറ്റിന്ന് പറയുന്നത് ഒരു പേടിയില്ല. എന്നാലോചിക്കോ, നമ്മുടെ പ്രധാനമന്ത്രി ആയാലും ബ്രിട്ടൻ പ്രധാനമന്ത്രി ആയാലും ഫ്രഞ്ച് പ്രസിഡന്റ് ആയാലും ആരാണ് പ്രസിനെ എന്നും കാണുന്നത്? പ്രസിനെ കാണാൻ നേതാക്കന്മാർക്ക് പേടിയാണ്. ഒരു പേടിയില്ലാത്ത ഒരേ ഒരു നേതാവ് ട്രംപ് മാത്രമാണ്. എനിക്ക് അതിന് അദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനമുണ്ട്. ഇനി പ്രസ് ഇന്ററാക്ഷൻസ് എടുക്കുക. സാധാരണ നമ്മുടെ മനസ്സിലൊക്കെ നേതാക്കന്മാരെന്ന് അല്ലെങ്കിൽ കുറച്ച് ദൈവത്തിന്റെ അടുത്താണ്. അവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. പല കാര്യങ്ങളും അവർ നമ്മളോട് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ പറയുന്ന മാതിരിയാണ്, അവർ ചെയ്ത കാര്യങ്ങൾ നടക്കും. എന്നാൽ പ്രസിഡന്റ് ട്രംപ് അങ്ങനെയാണോ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു 3-4 പ്രസ് ഇന്ററാക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആദ്യത്തെ കാണുന്നത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ഒന്ന് കണ്ടു നോക്കൂ. I can tell you this because I deal with lots of leaders all over the world. He is a world-class leader. He's a man that knows what he wants, and I'm not surprised to see that he won the election and won it substantially, and I would think he's more popular now. He's a good man. He does a great job, and he's a tough negotiator. So then what's holding things up? If he's a great man and you want to do a deal with Canada, why aren't you? Because I want to be a great man too. Thank you very much. Thank you, everybody. That could have been. I think you got that one. That could have been. Thank you very much. കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഒരു ഗ്രേറ്റ് മാൻ ആണ്. അദ്ദേഹത്തിനാണ് പുകഴ്ത്താണ്. അപ്പൊ ഒരു റിപ്പോർട്ട് ചെയ്യും, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഗ്രേറ്റ് മാൻ ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഡീൽ ചെയ്യാത്തത്? അപ്പൊ അദ്ദേഹം എന്തിനു പറഞ്ഞു കേട്ടില്ലേ, എനിക്കൊരു ഗ്രേറ്റ് മാൻ ആകണം. ആർക്കും അങ്ങനെ വർത്തമാനം പറയാൻ സാധിക്കുക? വളരെ ക്ലിയർ, ഓപ്പൺ ആണ്, ഒരു പ്രിറ്റൻസ് ഇല്ല. നിങ്ങൾ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. ഇത് UN അസംബ്ലിയിൽ റഷ്യ ഉക്രൈൻ വാറിനെ വെച്ചിട്ടുള്ള ട്രംപിന്റെ അഭിപ്രായം. ഒന്ന് കണ്ടു നോക്കൂ. I've also been working relentlessly stopping the killing in Ukraine. I thought that would be, of the 7 wars that I stopped, I thought that would be the easiest because of my relationship with President Putin, which had always been a good one. I thought that was going to be the easiest one. But you know, in war, you never know what's going to happen. There are always lots of surprises. കേട്ടില്ലേ? അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ്. അദ്ദേഹം വന്നപ്പോൾ വിചാരിച്ചിരുന്നത് ഏറ്റവും ഈസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന വാർ ഉക്രൈൻ റഷ്യൻ വാറാണ്. പക്ഷെ പുടിൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന്. അത് പറയാനോ അതിന് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് കഥകളൊന്നും പറയുന്നില്ല. അതാണ് ട്രംപ്. നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടുപോകോ. You had talked a couple of weeks ago, you were doing an interview and you talked about how you hope to end the war in Ukraine because it might help you get into heaven. How does this help? Does this help? I mean, you know, I'm being a little cute. I don't think there's anything going to get me in heaven. Okay, I really don't. I think I'm not maybe heaven bound. I may be in heaven right now as we fly in Air Force One. I'm not sure I'm going to be able to make heaven. അതില് ഫോക്സിലെ റിപ്പോർട്ടറായ പീറ്റർ ഡൂസി ട്രംപിനോട് ചോദിക്കണം. അദ്ദേഹം ഈ മിഡിൽ ഈസ്റ്റ് പീസ് സൈൻ ചെയ്തിട്ട് പ്ലെയിനിൽ തിരിച്ചു കയറിപ്പോ വൈറ്റ് ഹൗസിലേക്ക് പോകുമ്പോഴുള്ള ചോദ്യമാണ്. അപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് പീസ് സൈൻ ചെയ്തുകൊണ്ട് ഇനി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞെടുത്ത് ട്രംപ് പറയാണ്, ഞാൻ അങ്ങനെ സ്വർഗത്തിലൊന്നും പോകുന്നത് വിചാരിക്കുന്നില്ല. എന്ത് ചെയ്താലും ഞാനിവിടെ എത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അത് അത്രയും കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെയും ഓപ്പണായിട്ട് പറയുന്ന നേതാവ് എവിടെയുള്ളത്? വളരെ ഹമ്പിളായിട്ടാണ്. അല്ലാണ്ട് ഞാൻ ഇനി സ്വർഗത്തിൽ ഒന്നും പറയുന്നില്ല. പുള്ളി പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, സ്വർഗത്തിൽ നിർത്തില്ല.
അത്ര ക്ലിയർ ആണ് മനസ്സിൽ, ഒരു തെറ്റിദ്ധാരണയും ഇല്ല. നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ഡേയ്സ് വാർ ട്രംപ് സീസ് ഫയർ ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഇസ്രായേൽ പോയിട്ട് വീണ്ടും ഒരു 12 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കും. ഇസ്രായേൽ ആ സമയത്ത് പോയിട്ട് കുറെ ബോംബിടും അവിടെ. അതിനുള്ള റിപ്ലൈ ആണ്. Israel, as soon as we made the deal, they came out and they dropped a load of bombs, the likes of which I'd never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. I'm not happy with Iran either. I'm not happy about that. You know what? We basically have two countries that have been fighting so long and so hard that they don't know what the fuck they're doing. Do you understand that? ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് എഫ് വേർഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ട്രംപ്. ദേഷ്യം സഹിക്കുന്നില്ല, കാരണം ആൾക്ക് ഫ്രസ്ട്രേഷൻ ആവാണ്. അത് എക്സ്പ്രസ് ചെയ്യാൻ യാതൊരു മടിയുമില്ല. ഒരു സാധാരണ ആളുടെ മാതിരിയാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ അടുത്ത് വരുന്ന കണ്ടു നോക്കൂ. We had a phone call today, just to make it clear. I said to the Prime Minister of Qatar, Israel was targeting terrorists, wasn't targeting Qatar. And of course we regretted the loss of the Qatari citizen. It wasn't our target. പ്രസിഡന്റ് ട്രംപ് ഇസ്രേലി പ്രൈം മിനിസ്റ്റർ ബിബിയെ കൊണ്ട് ഖത്താരി പ്രൈം മിനിസ്റ്റർ സോറി പറയിപ്പിച്ചു. ഇരുത്തി സോറി പറയിപ്പിക്കുകയാണ്. ആർക്കും സാധിക്കുക, ഏത് ലീഡർ കൊണ്ട് സാധിക്കുക. സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് ഖത്താറിൽ ബോംബിടിച്ചതും ട്രംപ് തന്നെയാണ്. കാരണം ഖത്താറാണ് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഹമാസിനെ ഖത്താറിനെ പേടിപ്പിക്കണം, ട്രംപ് ഇടിപ്പിച്ചു. പക്ഷെ എന്തെങ്കിലും ഇസ്രേലി പ്രൈം മിനിസ്റ്ററിനെ കൊണ്ട് പരസ്യമായിട്ട് മാപ്പ് പറയിപ്പിച്ചു. അത് നിസ്സാര കാര്യമല്ല, അത് ഇരുന്നിട്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അവിടെ പീസും ഡിക്ലെയർ ചെയ്തില്ലേ? എത്ര കൊല്ലത്തിന് ശേഷമാണ്? ഹീസ് എ വെരി ടഫ് ഗൈ, ഹീസ് എ റിയൽ ഗൈ. ആളുടെ സ്റ്റാൻസ് ഒരിക്കലും മാറില്ല. ട്രംപ് 40 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നും ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള സംഭവം ട്രംപിനില്ല. ട്രംപ് എന്ത് പറയണോ അതിന്റെ മുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പൊ അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ കയറിയിട്ട് എന്തൊക്കെയാണോ മാനിഫെസ്റ്റോയിൽ ഉള്ളത് അത് മാത്രമേ പുള്ളി ചെയ്യുന്നത്. പുള്ളി അത് ഒരു കാര്യം പോലും തെറ്റാണ്ട് 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പറയുന്നത് ട്രംപ് കിങ് ആണെന്നാണ്. എനിക്ക് തോന്നുന്നു ട്രംപ് മാത്രം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റോയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലോകത്തിലൊരു നേതാവ് ഉണ്ടാവുള്ളൂ. എല്ലാ ഇമിഗ്രേഷൻ തൊട്ടും എടുക്കുകയാണെങ്കിൽ എല്ലാം ട്രംപിന്റെ മാനിഫെസ്റ്റോയിലുള്ളതാണ്. ശരിക്കും ആലോചിക്കോ, ഏത് നേതാവിനാണ് പ്രസിനെ എന്നും മീറ്റ് ചെയ്യാനുള്ള ധൈര്യം? ഏത് നേതാവിനാണ്? എല്ലാ ദിവസവും ഒരു ദിവസം ട്രംപ് പ്രസിനെ മീറ്റ് ചെയ്യാത്തതില്ല. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാര് ചോദിക്കുമ്പോ ചിരിച്ചിട്ട് ഹാ പറയുന്നില്ല, ചിരിയൊന്നുമില്ല. സീരിയസ് ആയിട്ട് വർത്താനം പറയും. ഇഷ്ടമില്ലെങ്കിൽ ഗെറ്റ് ലോസ് എന്ന് പറയും, ഫേക്ക് ന്യൂസ് എന്ന് വിളിക്കും. ആള് റിയൽ ആണ്. നമുക്ക് റിയൽ ആയിട്ടുള്ള ആൾക്കാരെ നേതാക്കന്മാരായിട്ട് വേണം, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയിട്ട് കാര്യമില്ല. ട്രംപാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സാജുറേറ്റർ. 100 എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറയും. പക്ഷെ 100 ഉണ്ടെങ്കിൽ 1000 എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ 10,000 എന്നും പറയും. പക്ഷെ ഇല്ലാത്ത 100 ഉണ്ടെന്ന് ഒരിക്കലും പറയില്ല. ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ട്, ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. എക്സാജുറേറ്റ് ചെയ്യാൻ ട്രംപിന്റെ ഭാര്യ ഇത്രയും വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആളുടെ ഒബ്ജക്റ്റീവ് ഒരിക്കലും മാറില്ല. ആളൊരു പീസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആൾ പീസ് പ്രസിഡന്റ് ആണ്. ആള് പീസിന് വേണ്ടി എന്തും ചെയ്യും. പീസിന് വേണ്ടി നമ്മുടെ ശ്രീകൃഷ്ണബാബു പറഞ്ഞ മാതിരി പീസ് ത്രൂ സ്ട്രെങ്ത്തും കൂടിയാണ്. അല്ലാണ്ട് വെറുതെ വിടൊന്നുമില്ല. എല്ലാം ചെയ്തു നോക്കും. പുട്ടിന്റെ അടുത്ത് കാല് പിടിച്ചു. ഇപ്പൊ അവസാനം അടവ് മാറ്റി പുട്ടിനെ ഇക്കണോമിക് സെഷൻ വന്നു. അത് കഴിഞ്ഞാൽ മിസൈൽ കൊടുക്കുന്നു. ട്രംപ് പീസ് കൊണ്ടുവരും, അതിന് സംശയമൊന്നുമില്ല. ഇപ്പൊ നൈജീരിയയിലായാലും ഇപ്പൊ ബാക്കി ലോകത്തിലെ ഒരു നേതാവ് ഇടപെടുന്നില്ല. ക്രിസ്ത്യൻസിനെ കൊല്ലുമ്പോ ഒരു നേതാവ്. ട്രംപ് അവിടെയും പോയിട്ട് ഇടപെട്ടു, അവിടെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആവശ്യമില്ല. പക്ഷെ ഹി വാണ്ട്സ് പീസ് ഓൾ ഓവർ ദ വേൾഡ്. അത് ആളുടെ ഒരു ക്യാരക്ടറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതൊക്കെ മാറാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ അടുത്ത വീഡിയോ ആണ്. അതാണ് ട്രംപിന്റെ ശരിക്ക് ട്രംപ് ആരാന്ന് കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ല. ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. I've been called out by everybody for the ALS Ice Bucket Challenge. Homer Simpson, Mike Tyson, Vince McMahon, like everybody's going crazy over this thing. I guess they want to see whether or not it's my real hair, which it is. So here's what I'm going to do. Miss Universe and Miss USA, I own it. They're here. They're going to really do a number on me. I'm challenging President Obama, my son Donald, my son Eric. Let's go, ladies.
What a mess. Oh. നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ തലക്കൂടെ ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് ആലോചിക്കാൻ പറ്റുമോ? നേതാവായിരിക്കണമല്ല അതിനു മുമ്പും ഒരിക്കലും സാധിക്കില്ല. ട്രംപിന്റെ പേഴ്സണാലിറ്റി കാണിക്കുന്നത് ഒരു പ്രോബ്ലം ഇല്ല. ആള് കാണുന്നത് എന്താണോ അതാണ് ട്രംപ്. ട്രംപ് വന്നുകൊണ്ട് ലോകത്തിലുണ്ടാവുന്ന ഗുണങ്ങൾ ഒരുപാട് കൂടുതലാണ്, ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച്. ഇന്നല്ല, അടുത്ത 6 മാസത്തിനുള്ളിൽ, ഞാൻ ഇപ്പൊ തന്നെ പ്രിഡിക്റ്റ് ചെയ്യാണ്, 6 മാസത്തിനുള്ളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവും. കാരണം ട്രംപിന്റെ ആവശ്യമാണ് അത്. ട്രംപിന് ഇന്ത്യനെ ആവശ്യമുണ്ട്. ട്രംപ് വളർന്ന് തിരിച്ചു പിടിച്ചുപോയാലും നമ്മുടെ അടുത്ത് എത്തും ട്രംപ്. കാരണം ചൈനയായിട്ട് ട്രംപിന് ഫ്രണ്ട്ഷിപ്പ് പറ്റില്ല, ഇന്ത്യ മാത്രമേ പറ്റുള്ളൂ. ഇന്ത്യ വേണം, കാരണം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി. അതുകൊണ്ട് ട്രംപ് ഇന്ത്യയുടെ അടുത്ത് ഫ്രണ്ട് ആവും എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് മോദിജി സഹായിച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാം. എന്തായാലും 100% ആണ്. നിങ്ങളൊരു 6 മാസം, ഒരു ജൂൺ മാസം ആകുമ്പോഴേക്കും ട്രംപും ഇന്ത്യയും തമ്മിലുള്ള എല്ലാ ട്രേഡ് ഡീൽസും സൈൻ ചെയ്യും. നിങ്ങൾ നോക്കിയോളൂ. എന്തായാലും ഇങ്ങനത്തെ ഒരു നേതാവിനെ കാണാൻ ഇനി നമ്മുടെ ജനത്തിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഓപ്പൺ ആയിട്ട്, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, സാധാരണ ഒരു മനുഷ്യനായിട്ട് നേതാവിനെ കാണാൻ എനിക്ക് ട്രംപിനോട് ഒരുപാട് ബഹുമാനമാണ്. നന്ദി, നമസ്കാരം.